ഹായ് ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് എൻ്റെയും പക്കുമാൻ്റെയും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ആൾ നല്ല ഉറക്കിലാണ്. ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾ വലിയപ്പാനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് വന്ന് ഉറങ്ങുന്നത് വരെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇന്ന ടൈം ആണെന്നൊന്നുമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കാൻ. അങ്ങനെ രാവിലെ എണീച്ച് നോക്കുമ്പം കണ്ണ് വല്ലാത്തൊരു ഇടങ്ങാറ്. അങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ണാടി രാവിലെ ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ തിരുമ്മിയെല്ലാം കൊടുത്ത് അതിനുശേഷം ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് കണ്ണാടി നോക്കട്ടെ എന്നിട്ട് കണ്ണാടി നോക്കാൻ പോയപ്പോഴാണ് ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് കേട്ടോ. കണ്ടോ, ഇതിലിപ്പോൾ ഫോണിൽ അത്രത്തോളം നന്നായിട്ട് അറിയുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഭയങ്കര റെഡിഷാണ് കണ്ണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കരം. ഈ ഫോണിൽ അത്ര മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. അതുമല്ല, ഇതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഇത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു സൈഡായിട്ട് എനിക്ക് വേദനയുണ്ട് കേട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ പറ്റിയിട്ടുണ്ടെങ്കിൽ താൻ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്താ ഉള്ളതെന്ന്. കണ്ണ് ചൂക്കാനാണെങ്കിൽ ഒരു കണ്ണിൽ മാത്രമേ വരില്ലല്ലോ. അതാണ് എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കണം. അപ്പം ഇനി പക്കുമ എണീച്ചിട്ടൊക്കെ കാണാം. അപ്പോൾ ഇതാ പക്കുമ നല്ല ഉറക്കലാണ് കേട്ടോ. ആൾ ഇതുവരെ എണീച്ചിട്ടില്ല. എണീക്കാൻ കുറച്ചും കൂടെ ലേറ്റ് ആവും. നല്ല ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ എന്നത്തെ പോലെ രാവിലത്തെ ചായ. വയസ്സ് എൻ്റെ ഫേസ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. എനിക്കെന്നെ കണ്ടിട്ട് എന്തോ ഒരു ഇത് തോന്നുന്നു. പക്ഷേങ്കിൽ കണ്ടോ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. ഈ കണ്ണ് വലുതും ഈ കണ്ണ് ചെറുതുമായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും കാണിച്ചു നോക്കണം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ എപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിലും അപ്പൊക്കെ എനിക്ക് എന്തെങ്കിലും ഒന്നുണ്ടാവും. എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രണ്ടാളും മാറ്റിയിട്ടാണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ചെരുപ്പ് തരാം, നീറ്റാടി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം എന്തായാലും പോയിട്ട് വരാം. എന്തായാലും കാണിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലും ഇതാണ് ഗൈസ് സ്ഥിതി. ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു കഴിഞ്ഞു കേട്ടോ കണ്ണിൻ്റെ. ഇനി എന്തായാലും ഒന്ന് കാണിച്ചു നോക്കട്ടെ. പിന്നെന്താ, ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞില്ലേ? അപ്പം ചായ കുടിച്ചില്ലേ? ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് മാറ്റി അല്ലേ? അപ്പോൾ ബൈ പറ, പോയിട്ട് വരാ പറ. ഫ്ലൈങ് കീസ് കൊടുക്ക്. അതാ ഫ്ലൈങ് കീസ്. ഓക്കെ, ബൈ പറ. പക്കൂടോ ഇത് തെറ്റിപ്പോയെന്ന് സംശയം. വലുതും A4 കൊണ്ടല്ല, കളർ പേപ്പറും കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ വലുതുണ്ടാകും. വേറെയോ മറ്റേ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നതാ. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം. ഇപ്പം ഇത് ഇവിടെ ഈ അങ്ങനെ കുറേ നേരം അവിടെ പോയി മക്കളോടൊക്കെ കളിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ നീറ്റാടിയിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഫോണിൽ കളിച്ച് അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാണ്ട് നിന്നീനത് കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ആയിട്ടുണ്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു. നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മൾ രാവിലെ ഒരു അത്യാവശ്യത്തിന് പോയതായിരുന്നു. എന്താണെന്നില്ല പറയുന്നില്ല, ഇൻഷാല്ലാ പിന്നെ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരു ഈവനിങ് ആയിട്ട് കേട്ടോ. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനും പക്കു അവിടെ നിന്ന് ഇറങ്ങിയത്. പക്കുവിനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഉറക്കൊക്കെ ആയി നല്ല ഉറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര കരച്ചിലായിരിക്കും, ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ പൊതുവേ നമ്മൾ ഒന്നില്ലേ അവളെ ഉറക്കിയിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാറ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറക്കിയിട്ട് അവിടെ നിന്ന് ഉമ്മ ആക്കി തരത്താണ് കേട്ടോ പതിവ്. അങ്ങനെ എന്താ പറയുക, ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അവളെ കുളിപ്പിച്ച് മാറ്റി അവൾക്ക് ഒരു ഉറക്കം വന്ന് എന്നുള്ള രീതിക്ക് എത്തിയപ്പോൾ പെങ്ങളോട് തൊട്ടിലിട്ട് ആട്ടി. അങ്ങനെ ആൾ നല്ല ഒരു ഉറക്കമൊക്കെ ആയ സമയത്ത് നമ്മൾ അവിടുന്ന് ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലോട്ടല്ല, നമ്മൾ നേരെ പീടിയോയിലോട്ട് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഉപ്പാൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായി. അവിടെ പീടികയിൽ ഇറങ്ങി അവിടുത്തെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടെ നിന്നു. അവൾക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തു. അപ്പോഴത്തേക്ക് ആൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചോദിക്കാൻ തുടങ്ങി, ഉപ്പ പനിയൊക്കെ ചോദിക്കാൻ തുടങ്ങി.
അന്നേരം പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് മെല്ലെ നൈസാക്കിയിട്ട് നമ്മൾ അവിടുന്ന് വീട്ടിലോട്ട് വന്നപ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായി കേട്ടോ. ചക്ക ഇനിയിപ്പോൾ ചക്ക സീസൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് കുറേ ചക്ക കിട്ടും. എന്നാലും ചക്കയോട് ഒരു മടുപ്പും വരാറില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? ചിലർക്കൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ച് മടുപ്പ് തോന്നില്ല. പക്ഷേ ഈ ചക്കയോടൊന്നും ഇതുവരെയും അങ്ങനത്തെ ഒരു മടുപ്പ് തോന്നിയിട്ട് തന്നെയല്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ചക്ക. പ്രത്യേകിച്ച് അധികം പഴുക്കാത്ത ആ ഒരു ഒത്ത പഴുപ്പിലുള്ള ചക്കയില്ലേ, അതൊക്കെയാണെങ്കിൽ ഭയങ്കര രസമാണല്ലേ തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ തന്നെയാണല്ലോ അധികമുള്ളത്. അപ്പോൾ പക്കുമുണ്ട് താഴെ, അങ്ങനെ അവൾക്ക് ചക്ക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചക്ക ഇരിക്കുന്ന സമയത്ത് അവൾക്ക് വേണമെന്നിട്ട് അങ്ങനെ ഓരോന്നെടുക്കും അവൾക്ക് കൊടുക്കുന്നുണ്ട്, അവളോട് വർത്തമാനം പറയുന്നുണ്ട്. ചില സമയത്ത് ഞങ്ങളൊരു വാവയാവലാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, വലുതാവുന്നതിനനുസരിച്ച് ചെറിയ മക്കളാവാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ ഈ ഒരു വാവക്കളിയാണ്. അപ്പം എൻ്റെ കാലിൻ്റെ ചോട്ടിലിരുന്നിട്ട് വാവേൻ്റെ കളിയൊക്കെ കളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അങ്ങനത്തെ കളിയിലാണ് കേട്ടോ ആളുള്ളത്. ഇടയ്ക്ക് ചക്ക കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ കാലുമ്മ പിടിച്ച് ഞാൻ ഇങ്ങനെ കാല് തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് എൻ്റെ കാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പരിപാടിയിലാണ് കേട്ടോ ആൾ താഴെയുള്ളത്. ഈ ചക്കേൻ്റെ ചവടി നിന്ന് നല്ല രസമാണ്. ഈവനിങ്ങിൽ പിന്നെ ചായ പതിവാകും. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ഈവനിങ്ങിൽ അധികം പാൽ ചായയാണ് കേട്ടോ കുടിക്കാറ്. പക്ഷേ എനിക്ക് പാൽ ചായനേക്കാളും ഒന്നും കൂടി ഇഷ്ടം കട്ടനാണ്. പക്ഷെ കട്ടൻ ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കലാണ്. കട്ടൻ ഭയങ്കരമായിട്ട് ഞാൻ കുടിക്കും. അപ്പം അത്ര നല്ലതല്ല ഹെൽത്തിന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഞാൻ പരമാവധി അത് ഒഴിവാക്കാൻ നോക്കലാണ്. അപ്പോൾ പക്കുമ്മ അവളെ കളിക്കുന്ന പഴം കൊണ്ടുവന്നിട്ട് തിന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മില്ലോക്കിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഓട്ടോയൊക്കെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. നമ്മൾ കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിനാണ് സാധാരണ കയറാറ്. പക്ഷേങ്കിൽ നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ലേറ്റായി ഉണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നോക്കുമ്പോൾ ഓട്ടോ കിട്ടിയില്ല. ഒരു ഓട്ടോ വിളിച്ചതാണെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ നോക്കി നടന്ന് നമ്മളെ വീടിൻ്റെ അവിടുന്ന് പച്ചിലക്കാട് ടൗണിൽ വരെ നടന്നെത്തിയിട്ടുണ്ടായി കേട്ടോ. നമ്മൾ പോകുന്നത് ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലോട്ടാണ്. വല്യപ്പാനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇപ്പം നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ അങ്ങോട്ടൊന്ന് വല്യപ്പാനെ കാണാൻ പോകും. വല്യപ്പാക്ക് ചെറുതായിട്ട് സുഖമില്ലാണ്ട് ആ ഒരു സ്ഥിതിയാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പം ഒന്ന് അങ്ങോട്ട് പോയി കാണലുണ്ട്. അങ്ങനെ നമുക്കിവിടെ അടുത്താണ് കേട്ടോ, അത്രയും ദൂരമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും പക്കും അതേപോലെ ഉപ്പാൻ്റെ ഒരു പെങ്ങളുണ്ട് ഇവിടെ അടുത്ത് തന്നെ നമ്മളെ. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന്. പക്കുമാക്ക് ഇപ്പോൾ എവിടെയും പോകുന്ന ഇഷ്ടമില്ല, എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരണം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചില്ല. മെയിനായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, എപ്പോഴത്തേം പോലെ തന്നെയാണ് ഡേ പോകുന്നത്. ഞാൻ ഫുള്ളൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഓരോ അവസ്ഥ കാരണം അങ്ങനെ ആ ഒരു ഡെയിലി എന്താ പറയുക മൊത്തം കാണിക്കാൻ പറ്റണ്ടായി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. പക്കുമ്മ കുറച്ച് നേരം കളിച്ചു, അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി രണ്ടാളും കൂടെ കുറച്ച് നേരം ഗുസ്തിയൊക്കെ കളിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.